നൊയമ്പുകാലം 4-ാം വാരം ശനി. തിരുവചനം. പുരോഹിത പ്രമുഖന്മാരും ഫരീസേയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാത്തത്? അവർ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 45-ഉം 46-ഉം തിരുവചനങ്ങൾ. പുരോഹിത പ്രമുഖന്മാർ പടയാളികളെ അയച്ചത് യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാൻ തന്നെ. എന്നാൽ അവർക്ക് ജെറൂസലേമിൽ കാണാൻ സാധിച്ചത് അനേകർ യേശുവിൽ വിശ്വസിക്കുന്നതായും വലിയ ജനക്കൂട്ടത്തോട് യേശു സംസാരിക്കുന്നതുമാണ്. വചനം കേട്ട പടയാളികളും യേശുവിൽ വിശ്വസിക്കുന്നു. വചനത്തിന് ശക്തിയുണ്ട്. അത് യേശുവിൻ്റെ വചനമാകുമ്പോൾ വചനം ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ചലനങ്ങൾ സൃഷ്ടിക്കും. യേശുവിൻ്റെ ഒരു വാക്കുമതി. ലേവി പണപ്പെട്ടി താഴെയിട്ടു. ശിമയോനും അന്ത്രയോസും വള്ളവും വലയും ഉപേക്ഷിച്ചു. യാക്കോബും യോഹന്നാനും പിതാവായ സെബദിയെയും ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ കൂടി. എൻ്റെ ജീവിതത്തിൽ വചനം 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ യേശു വയ്ക്കുന്ന നിബന്ധന. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം തിരുവചനം. എൻ്റെ പിതാവ് ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. നമ്മുടെ പിതാവ് തിരുവചനത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മെ ആകർഷിക്കുവാൻ കർത്താവായ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.